ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം. പിന്നെന്താണ് പറയാൻ? ഞാനേ പിന്നെ കുടുംബശ്രീയുടെ ഒരു ആവശ്യത്തിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ നമുക്ക് കുളനട വരെ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരെ. പക്ഷേ അവൾ ഇതുവരെ വന്നുമില്ല, അവൾ വിളിച്ചുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. ഞാനും അവളും മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്നെ 10-11 മണിയായപ്പോഴും എന്നോട് വിളിച്ചു പറഞ്ഞു നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വണ്ടി ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പന്തളം കഴിഞ്ഞ് പോകണം, കുളനട അവിടെ. അപ്പോൾ പെണ്ണ് വിളിച്ചിട്ട് ഞാൻ വിളിച്ചു അവളെ. അപ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഏതാണെന്നറിയില്ല. അറിയാതെ കൊണ്ട് നമ്മൾ വെറുതെ പന്തളത്ത് വരെ പോകുന്നത് എങ്ങനെയാ അതെന്ന് വിചാരിച്ച് ഇങ്ങനെ മടിച്ചുപിടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ നമ്മുടെ കൂട്ടുകാരോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. കൂട്ടുകാരി ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സാമ്പാർ ചീര വെച്ച് എങ്ങനെയാണ് കറി വെക്കുന്നതെന്നുള്ളതൊക്കെ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതാണ്. പക്ഷേ അത് ഇച്ചിരി ലെന്ത് കൂടുതലായതുകൊണ്ട് അത് വലിയ വീഡിയോ ആയിപ്പോയി. അപ്പോൾ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സാമ്പാർ ചീര വെച്ചിട്ട് എങ്ങനെയാണ് കറി വെക്കുന്നത് എനിക്കറിയാവുന്ന പോലെ കേട്ടോ. ഓരോരുത്തടുത്ത് ഓരോ രീതികളാണല്ലോ. പിന്നെ ചിലരിത് ഉപയോഗിക്കത്തുമില്ല. കാട്ടിലൊക്കെ കുറേ വളർന്ന് കിടക്കുന്നതൊക്കെയാണ്, അതുകൊണ്ട് ഉപയോഗിക്കത്തില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തി നമുക്ക് എടുക്കാവുന്നതാണ്, നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അഥവാ ഇത് കാണുവാണെങ്കിൽ അതെടുത്ത് കാണണേ. ഷോർട്ടായിട്ട് ഇട്ടതാണ്, പക്ഷേ അത് വലിയ ലോങ് വീഡിയോ ആയിപ്പോയി. പിന്നെ വേറെ എന്താണ്, ഞാൻ അത് മിക്ക കറികളിലകത്തൊക്കെ ഇടും, എനിക്കിഷ്ടമാണ്. പിന്നെ ആ കൊച്ചിങ്ങനെ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിരിക്കുക. അഥവാ ഇനി അവൾ പോകുന്നില്ല എന്നാണെങ്കിൽ ഒരു മുളകും മല്ലിയും മേടിച്ചോണ്ടല്ല പൊടിച്ചിട്ട് വരാം വെച്ചിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? പിന്നെന്താണ്, നല്ല നല്ല കമൻറ്റുകൾ എല്ലാവരും അയക്കുന്ന നല്ല കമൻറ്റുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കമൻറ്റുകളൊന്നും ഇല്ല, ഉള്ള കമൻറ്റുകൾ അത് മതി. ഉള്ള കമൻറ്റുകൾ നല്ല കമൻറ്റുകളൊക്കെയാണ്. പിന്നെ ഒരു കമൻറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം, നല്ലതാണെങ്കിൽ നമുക്കത് നല്ല സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വേറെ എന്താണ്, ഞാനിവിടെ ഇരിക്കുന്നു. മോള് ജോലിക്ക് പോയി, അവൾക്ക് ഈവനിങ് ആണ്. അപ്പോൾ അവളിപ്പോൾ ഇറങ്ങി. അവൾ 12:45 അപ്പോൾ അവൾ പോയി 1:30 കയറണം. അപ്പോൾ മോള് പോയി. ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി, മക്കളും ജോലിക്ക് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്കിവിടെ വീട്ടിലെ ജോലിയാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി വഴിയൊക്കെ ഇന്നലെ നമ്മൾ കുറച്ചല്ല ചെയ്തുള്ളൂ. അപ്പോൾ അത് ബാക്കിയൊക്കെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് പറ്റിയില്ല, കൂട്ടുകാർ ഇന്നങ്ങ് മടിച്ച് ഒന്നും നടന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എന്നാൽ ചെയ്യാം, അവൾ പോകുമ്പോഴത്തേക്ക് എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രണ്ടാ പെണ്ണ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പോകാമെന്ന്. അപ്പം അതും പോക്ക് നടക്കുന്ന ലക്ഷണമില്ല. ഇപ്പോൾ 1 മണി കഴിഞ്ഞില്ലേ. അങ്ങനെ അവൾ വിളിച്ചു. ഞാൻ പിന്നെ എൻ്റെ വണ്ടി തുമ്പോണോട്ട് വെച്ചിട്ടാണ് അവിടുന്ന് ബസ്സിന് കയറിപ്പോയത്. അവളും കുഞ്ഞുങ്ങളും കൂടെ അവരുടെ വണ്ടിക്ക് അങ്ങ് പന്തളത്തോട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ പോയത്. പന്തളം ഫെസ്റ്റിവൽ കുടുംബശ്രീക്കാരുടെയാണ്. അത് ഏപ്രിൽ 28 തൊട്ട് മെയ് 2 വരെയാണ്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. അറിയില്ലേ അപ്പം ഒത്തിരി ആഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാടൻ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആഹാരമൊക്കെയാണെങ്കിൽ നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. ആ കൂപ്പൺ കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ ആഹാരം നമുക്ക് ആ കൂപ്പണിൻ്റെ അനുസരിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുന്നേ അവർ ആഹാരമൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പിന്നെ ഇത് വേറെ എന്തോ സാധനം പിന്നത്തെ ഒന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങോട്ട് നോക്കിയേക്കളെ. അപ്പോൾ ഇവനെ പ്രസവിച്ച് ഇവൻ്റെ അമ്മ കിടന്നപ്പോൾ ഇവനെ ഞാനാണ് നോക്കിയത്. അപ്പോൾ ആ ഒരു ഇഷ്ടമാണ് എന്തോ, ഇവൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകുമ്പോൾ ഇയാൾ അവിടെ പഠിക്കുന്നത്. അവിടെ രാവിലെ എൻ്റെ അടുത്ത് വന്നൊരു ഉമ്മയൊക്കെ വാങ്ങിച്ചുകൊണ്ടേ ക്ലാസ്സിന് കയറത്തുള്ളൂ. അവൻ എപ്പോഴും പറയും അവൻ്റെ അമ്മ ഞാനാണെന്ന്. പിന്നെ ഞാൻ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് അവൻ പഠിക്കുന്നത്. അപ്പോൾ അയാൾ അവിടെ രാവിലെ വന്ന് എൻ്റെ അടുത്ത് വന്നൊരു ഉമ്മയൊക്കെ വാങ്ങിച്ചിട്ടേ അവൻ ക്ലാസ്സിന് കയറത്തുള്ളൂ. എന്തോ ഭയങ്കര ഇഷ്ടമാണ് എന്നോട്.
അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കുടുംബശ്രീ കൂടുന്നതും. അപ്പോൾ അങ്ങനെ അവൻ എൻ്റെ അടുത്ത് കൂടുതൽ അടുപ്പമുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ മക്കളെ അതവിടെ വെക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുമ്പോഴത്തേന് അതവിടെ വെച്ചിട്ട് പോരും. അതിന് അവൾ എപ്പോഴും പറയാം, നീ പറയണം, നീ പറഞ്ഞാലേ അനുസരിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് പറയും. അപ്പോൾ അവൻ്റെ അമ്മയെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അവൻ്റെ അമ്മ വീട് ആങ്ങമൂഴിയിലാണ്. പക്ഷെ അവളും ഞാനും വന്ന നാൾ തൊട്ടേ നല്ല സഹകരണവും നല്ല കൂട്ടുമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.